ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകി 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ. കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം. ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകി 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്. കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ. കൗശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി N. ഷംസുദ്ദീൻ പുറത്തിറക്കി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ക് ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ക് ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കും. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134ാം പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.